ഹേയ് ഗായ്സ്, ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ദിവസത്തിന് ശേഷം. കാരണം തിരക്കാണ് സത്യത്തിൽ, ആണ് ചെയ്യാത്ത. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാം. ഒരുപാട് ദിവസമായി നമ്മളൊരു നല്ലൊരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ദിവസം ആവട്ടെ. ലെറ്റ്സ് ഗോ. നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ഒരു കഫേറ്റേരിയ. നമുക്കൊരു ചായ വാങ്ങാം, ആദ്യം കുടിക്കാം, ഒന്ന് സെറ്റാവും. പിന്നെ നല്ല പൊഴുത്ത ചൂടാണ് ഇപ്പോൾ, ചൂട് ഉണങ്ങി. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് എല്ലാവർക്കും. ചൂട് തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒരു മാതിരിയായി, നല്ല ടയേർഡും, പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു എനർജി ഇല്ലാത്ത ഒരു ദിവസങ്ങളാണ് പ്രശ്നം. കഴിഞ്ഞ കുറേ വീഡിയോസ് ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടത് ആ റാസൽ ഗെയിമിൽ പോകുന്ന വീഡിയോയാണ്. വൈശാണിനും മറ്റേ പാനിമതി ചേച്ചിയായിട്ടുള്ള വീഡിയോ ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഫുള്ള് ഷോർട്സ് വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ഒരു ഗ്യാപ്പായിപ്പോയി. കാരണം തിരക്കാണ്, ഫുള്ള് തിരക്കും സ്ട്രെസ്സും ടെൻഷനും. പൊന്നെ എന്ത് സുഖമായിരുന്നു ജോലിയൊക്കെ. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് സർവൈവ് ചെയ്ത് പോവാൻ ബുദ്ധിമുട്ടാണ്. ടെൻഷനെ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ പ്രശ്നങ്ങളാണ്. നമ്മളതൊക്കെ തരണം ചെയ്യും, അത് വേറെ കാര്യം. ഇത്രയും നാളെ നമ്മളെങ്ങനെയാ വന്നേ? പഴയ വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾക്ക് അറിയാം നമ്മളെന്തെല്ലാം കഷ്ടപ്പെട്ട്. അപ്പോ ചായ അങ്ങ് പിന്നെ അനിയനെ ഒന്ന് കാണുക. അനിയൻ പുതിയ ഷോപ്പ് ജോലിക്ക് വരെ, അപ്പൊ അവനെ ഒന്ന് പോയി കാണുക. അതൊക്കെയാണ് പരിപാടി. കോഫി എടുത്തോ. നമ്മളൊരു കോഫിയൊക്കെ പറഞ്ഞ് ഒരു കോഫി കുടിച്ച് നമുക്ക് നേരെ ഇനിയിപ്പം ഷാർജയ്ക്ക് പോവാം. ഷാർജയ്ക്ക് പോയി അനിയൻ ചെക്കനൊന്ന് കാണുക. പിന്നെ എത്ര ഡിഗ്രി ഉണ്ടെന്നറിയില്ല ചൂട്. AC ഒന്നും വർക്കാവണ പോലുമില്ല. 3 മണിയായി. ഇത്രയും നേരം അവിടെ ഇരുന്ന്. 34 ഡിഗ്രി ഉണ്ട് സുഹൃത്തുക്കളെ, ചൂട്. സെറ്റ് ഓട്ടാ. ചൂടാണ് മോനെ, ചൂട്. ടാസ്ക്. നമുക്ക് ഇനിയിപ്പം അനിയനെ ഒന്ന് പോയി കാണാം. അവനൊരു എഗ് ബോയിലർ കൊടുക്കണം. അപ്പം അവനെയും കണ്ട് അവൻ്റെ അടുത്തും കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഇനിയിപ്പം ലെങ്ത്തുള്ള വ്ളോഗ് ഡെയിലി വ്ളോഗായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഡ്യൂട്ടിക്ക് രാവിലെ എഴുതിച്ച് പോകാൻ നേരത്ത് ടാസ്ക് ഒന്നും നടക്കൂല. മനസ്സിലായില്ലേ? 100 കൂട്ടം ചിന്തയാണ്. ഈ പറഞ്ഞ കണക്ക് കസ്റ്റമറിന്റെ കളക്ഷൻ നോക്കണം, ഓർഡർ നോക്കണം. ഇപ്പൊ പിന്നെ ഓർഡറേ ഇല്ല. ഒരു 50K ഒക്കെ ചെയ്യുന്ന സമയമാണ് ഇപ്പൊ അതില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. കാരണം സാധനം വരുന്നില്ല, ഷിപ്മെന്റ് ഒന്നും നടക്കാത്തോണ്ടേ ഫുള്ള് ബുദ്ധിമുട്ടില്ല പൊക്കോണ്ടിരിക്കണേ. നോക്കാം, അല്ലാണ്ട് പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റണം. നമുക്ക് നമ്മുടെ കയ്യിലൊന്നും അല്ലല്ലോ ഇതൊന്നും ഇരിക്കണേ.
നാട്ടിൽ പോയി എന്തെങ്കിലും പരിപാടി ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറി വരണം. എന്നിട്ട് അവർ പറയണേ ഇത് വല്ലാത്ത പ്രശ്നമാണെന്ന്, നാട്ടില് പണിയില്ല, തേങ്ങയില്ല, ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് നാട്ടില്. അപ്പൊ നമ്മളെ മൂടെ അങ്ങ് പോകും നാട്ടിൽ പോകാനുള്ള. എനിക്ക് നാട്ടിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് പോകാനുള്ള ഒരു ഇതേ ഉള്ളു. ഷാർജയ്ക്ക് അനിയൻ്റെ അടുത്തേക്ക് എത്താം. പൊക്കോണ്ടിരിക്കുന്നത് 311 കൂടെയാണ്, ഷേഖ് സായിദ് റോഡ് വഴിയാ. ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഷാർജയ്ക്ക് എയർപോർട്ട് റോഡ് എടുക്കാം. അടുത്ത് നേരെ പോവുക ചെറുക്കൻ്റെ അവിടത്തേക്ക്. കുറച്ച് ദൂരെയാണ് നിൽക്കണേ, പക്ഷെ നമുക്ക് പോകാനത്ര ദൂരമല്ല കേട്ടോ, വലിയ ഇതില്ല. ഇതിന് കുറച്ച് ഉള്ളിലോട്ടാണ്, സിറ്റി ഏരിയയിൽ നിന്ന് മാറി ഒരു എമറാത്ത് പെട്രോൾ പമ്പിന്റെ അകത്ത പുള്ളി നിൽക്കുന്ന പുള്ളിക്കാരൻ. ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ തിരക്കിത്തി കുറവുണ്ട്. മറ്റേത് വല്ലാത്ത തിരക്കാണ്. നോർമൽ ഡേയിലൊക്കെ ഭയങ്കര ട്രാഫിക്കായി ഈ റോഡ്. ഇന്നിപ്പോൾ തിരക്ക് ഇല്ല, നമുക്കൊന്ന് ഫ്രീ ആയിട്ട് പോവാം. അത് ഈ 120 ആണ് ഈ റോഡ്. ഷാർജ വരയ്ക്ക് 120, ദുബായ് കയറുമ്പോഴത്തേക്ക് 110 ആവും സ്പീഡ്. ഈ 120-ൽ 20 ഗ്രേസ് ഉണ്ട് കേട്ടോ, അപ്പം നമുക്ക് 140 പോകും സ്പീഡ്. പക്ഷേ ദുബായ് ആയി കഴിയുമ്പോൾ കുറയും. അത് ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. മുക്കിന് ക്യാമറാസ് ഉണ്ട്, അടിക്കും സ്പീഡിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഏകദേശം ചെറുക്കൻ്റെ അടുത്ത് എത്താറായി സുഹൃത്തുക്കളെ. അപ്പോൾ ഓണ വഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ച് മുന്നോട്ടേക്ക് ചലിക്കാമെന്ന് കരുതി. നല്ല റോഡാണ്. റോഡ് ഇവിടുത്തെ ഈ പോണെ ഒന്നും പറയാനില്ല. എന്നൊക്കെ പറഞ്ഞാലും റോഡ് അതൊരു രക്ഷയില്ലാത്ത സാധനം. ഇവിടുത്തെ റെയിൽവേ ഒക്കെ വരുന്നുണ്ട്. റെയിൽവേ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ട്രാഫിക് കുറയുമെന്നാണ് ഇവര് പറയുന്നത്. ഇതിലൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ്, നമുക്ക് നല്ല പടച്ചു പോകാൻ പറ്റും, പെട്ടെന്ന് ഓരോ സ്ഥലത്തെത്താൻ പറ്റും. ഇപ്പൊ വർക്കിംഗ് ഡേയ്സിലാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളത് തന്നെ. സ്മൂത്ത് ആയിട്ട് പോകും, മനസ്സിലാ. ഇവിടുത്തെ ഇനി എത്ര 4 കിലോമീറ്റർ കൂടിയുണ്ട്. കഴിഞ്ഞിട്ടാണ് ഇവന്റെ സ്ഥലം പറഞ്ഞത്. കുറച്ച് ദൂരമുണ്ട്, വലിയ അങ്ങനെ പറയത്തക്ക ദൂരമൊന്നും ഇല്ല. സൈഡിലൊക്കെ മരങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നത് എല്ലാവരും നട്ട് വളർത്തി വെള്ളം ഒഴിച്ച് ചൂടത്ത് എന്താ പോലെ എന്താ ചൂട്, മരം വരെ കരിക്കും, അത്രയ്ക്ക് ചൂടാണ്. അതിൽ അവര് വെള്ളമൊക്കെ കറക്റ്റ് ടൈമിങ്ങിൽ ഒഴിച്ച് അത് കരിയാതെ നോക്കുന്നവരെ സമ്മതിക്കണം. എല്ലാം പണ്ടിന്റെ അടിയിൽ എല്ലാത്തിലും പൈപ്പ് ഇട്ടിട്ടുണ്ട് വെള്ളത്തിന്റെ ശരിക്കരിക്കാനായിട്ട്. ചൂടായോണ്ട് ഒരു എനർജി ഇല്ലടേ, ഒരു ഉറങ്ങിയ കണക്കത്തെ ഒരു ഇതാണ് റോഡാണ്. തളർച്ച, ഒരു രോഗത, ഈ ചൂടിൻ്റെതാണ്. നിൽക്കുന്നത് മറ്റേ എമറാത്ത് പെട്രോൾ പമ്പില്ല, റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള എമറാത്ത് 2 കിലോമീറ്റർ ഉണ്ട്. അവിടെ കാണാൻ പറ്റും പെട്രോൾ പമ്പിലേക്കുള്ള എക്സിറ്റ്. നമ്മൾ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അറബിക്കിൽ എഴുതിയിരിക്കുന്നു എല്ലോ കണക്കത്തെ അവൻ്റെ ഷോപ്പ്. ഭയങ്കര ഫേമസ് ആണ് ഫുഡ്. അവനെ വിളിക്കാം. അവിടെ ഒരു ചെറിയൊരു യെല്ലോ കണക്കത്തെ ആ റൂമുണ്ട്, അതാണ് അവൻ്റെ ഷോപ്പ്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, അവനെ വിളിക്കാം. ഇങ്ങോട്ട് വരും.
അവനെയൊന്ന് കണ്ട് അവൻ്റെ ആ സാധനവും എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. എവിടാ? അവിടെ എത്തി നിന്റെ ഷോപ്പിന്റെ അവിടെ. ഓക്കെ, സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് വരാൻ. അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. തിരിച്ച് അവിടെ നിന്ന് നടന്നു വരണണ്ട ചെറുകൈ. അപ്പൊ അവനെ ഒന്ന് നമുക്ക് കണ്ട് എന്തൊക്കെ കൊണ്ടുവരണുണ്ടോ നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ജോലി? ഇതാണല്ലേടാ ഇത് കിടിച്ച സാധനം. എൻ്റെ പേരെന്താന്ന്? മനാക്കിഷ്. നമുക്ക് വേണ്ടി മനാക്കിഷ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബോയിലർ അവിടെ ഇരിക്കുക. ജോലി എങ്ങനെയുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? വെളുത്തല്ലേ കുറച്ച്? ഒരു 10-50 രൂപ അടുത്ത് കയ്യിലൊരു പൈസ എൻ്റെ എന്നാണ് പൈസ? എന്നാ എഗ് ബോയിലർ അത് കൊണ്ടുവെക്കാം. അത് മനസ്സിലായ? കുറച്ച് വെള്ളം ഒഴിക്കുക, സെറ്റാക്കുക. വേണ്ടാ, ഞാൻ ചുമ്മാ അറിഞ്ഞടാ. എന്റെ ഉണ്ട്. ഇതിന്റെ 10 രൂപ നീ വെച്ചോ. പ്രശ്നങ്ങളൊക്കെ തീരുവാണ്. ഫോൺ വേറെ ഇറക്കി എടുക്കണമെന്ന് പറയുന്നത്. ഞാൻ ഇത് 16 Pro Max തരാടാ. ഞാൻ എന്നിട്ട് 80 എടുക്കാം. ഫ്രീ ആയിട്ട് തരാം. ശരി, നീ ലീവ് എന്നാ? നീ ലീവ് അടുത്ത ഈ മാസം 30-ാം തീയതി. ഒറ്റ ലീവേ ഉള്ള? ഒരു ലീവ് എന്നെടുത്താ നീ? 30-ാം തീയതി. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം എന്തേലും ഉണ്ടെങ്കിൽ. ചെറുക്കൻ പോയി. പാവം. സ്വന്തമായിട്ടൊക്കെ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അനിയനെയൊക്കെ നിർത്തായത് അല്ലേ? അങ്ങനെ നമ്മൾ റൂമിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. നമുക്കിനി റൂമിലേക്ക് പോകാം. കാസിംക്ക് ഉണ്ട്. അപ്പം അനിയൻ നമ്മൾ കാസിംക്കായിട്ട് കൂടി കൊണ്ടു കൊടുക്കാം. നമുക്ക് കഴിക്കുമെന്നൊന്നും അറിയില്ല, എങ്കിലും നമുക്ക് പോയിട്ട് കാസിംക്കായി കൂടി കൊടുക്കാം. പാവണയാണ്. നാട്ടിൽ നിന്നൊക്കെ ഓരോന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് കൊണ്ട് തരും. പുള്ളി സ്നേഹമാണ് അങ്ങനെ. അപ്പോൾ ജിൽജില്ല അങ്ങോട്ട് വരുന്നില്ല. കുറേ ദിവസമായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ആ ജിൽജില്ലുണ്ടെങ്കിൽ ഒരു രസമുള്ളതാണ്. ഇവിടെയൊക്കെ ചെടി കൊണ്ട് നിറച്ചു. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. സിംക്കായി കൊടുത്ത് മട്ടൻ പുളി സാധനം. നമുക്ക് റൂമിന്റെ താഴോട്ടൊക്കെ പോയി എന്താ പരിപാടി ആൾക്കാർക്ക് ഇത് നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ ടാങ്കാണ് സുഹൃത്തുക്കളെ. ടാങ്ക്. ഇതിനകത്ത് ഫുള്ള് വെള്ളമാണ്. ഇങ്ങനെ തുണിയൊക്കെ അലക്കണ ഈ സൈഡില്. തുണിയൊക്കെ അലക്കി വിരിക്കുന്നതല്ല. അവരുടെ ബാത്റൂം.
ഇത് കിച്ചൺ. കിച്ചൺ വാവ്, നല്ല കിച്ചൺ അല്ലേ? രാത്രി അവന്മാരൊക്കെ ഇരിക്കും കേട്ടോ. ചൂടത്തും മുരിങ്ങക്ക പിടിച്ച് നിൽക്കുന്നുണ്ടോ? ഈ മരുഭൂമിയിലും മുരിങ്ങ വരെ നിൽക്കുന്നുണ്ടോ? തുളസി രാവിലെ വിളക്കൊക്കെ തെയ്യുമാർ ഇവിടെ ആയിക്കണേ. നമ്മുടെ ചന്ദ്രശേഖർ നമ്മുടെ കമ്പനിയിലുള്ളതാ. ഹായ് ബോൾ. ഇത് ഫുള്ള് ചെടികളൊക്കെ വളർത്തി, ഇതാ കരിമ്പൊക്കെ വളർത്തി വെച്ചിരിക്കണുണ്ടോ? കരിമ്പ്. പിന്നെ അതേപോലെ എൻ്റെ പിന്നെതാ കരിയപ്പല നമ്മൾ നട്ടിട്ടുണ്ട്. കാസിൻ കണ്ട് വെച്ചതാണ് ഈ കരിയപ്പല. പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തി ഇതായിക്കൊണ്ട് മല്ലിയില നട്ട് വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിൽ പപ്പായ കഴിക്കാൻ വേണ്ടി പപ്പയ്ക്ക നട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കൊണ്ട് വെച്ചതാണ് ഈ സാധനം. അത് നല്ല മണമാണ് ഈ സാധനം. പിന്നെതാ ഇതിന്റെ പേര് ഞാൻ മറന്നു പോയടെ. ഇത് പേരെന്തോന്ന്? വേപ്പില. ഇത് കരിയേപ്പില. ടോട്ടലി മറ്റാറ് വാഴ നട്ട് വെച്ചിരിക്കുന്നുണ്ടോ? പയറിതാ പടർന്നു പോയിരിക്കുന്നു. ഇതെന്തോ മറ്റേ എന്തോ ഒരു സാധനമാണ്, പേര് ഞാൻ മറന്നു, എനിക്ക് അറിഞ്ഞൂടാ. വെള്ളമാണ് ഇനി ഏറ്റവും കൂടുതൽ വേണ്ട. റൂമിന്, നമ്മുടെ കമ്പനി റൂമിന്റെ പുറത്തേക്കുള്ളത്. പിന്നെ എല്ലാവരും ഈ സമയത്ത് കിടന്ന് ഉറക്കമായിരിക്കും. ടൈം എത്രയേ? 5:30. എല്ലാവരും ഉറക്കാം. ഫുഡൊക്കെ അടിച്ചിട്ട് കിടന്ന് ഉറക്കാം. നമ്മളെ ചെറുക്കൻ തന്ന അതൊക്കെ തിന്നിങ്ങനെ കിറങ്ങിയിരിക്കുക. ഞാൻ വിചാരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് ഈ പരിപാടി വ്ളോഗൊക്കെ എടുത്ത് നമുക്ക് അങ്ങ് നൈസായിട്ട് പോവാന്ന് വിചാരിക്കട്ടെ. പക്ഷെ നാട്ടിൽ പോയിട്ട് ഇപ്പം ഒരു കാര്യമില്ലടേ എന്നാണ് പൊതുവേ ഉള്ള ടോക്ക്. ഞാൻ വിചാരിക്കുന്ന നാട്ടിൽ പോയാലും വല്ല ബാംഗ്ലൂരോ ചെന്നൈയിലോ ഇത്രയും വരുമാനം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. വരുമാനം പകുതിയാവും. നമുക്ക് നാട്ടിൽ പോയിട്ട് വേണം കുറച്ച് കേദാർനാഥിലും ബദ്രിനാഥിലും ഹിമാലയയിലൊക്കെ ഒന്നും കറങ്ങാൻ, അല്ലാണ്ട് കാര്യമില്ല. ഇവിടെ എത്രയൊന്നും പറഞ്ഞ് നിന്നിട്ടും അങ്ങോട്ട് സെറ്റായി പോന്നടെ. കുഴപ്പമൊന്നുമില്ല എന്നും പറയാം. രണ്ട് ടൈമാണ്. കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട്, അതേസമയം ബുദ്ധിമുട്ടില്ലേന്ന് വെച്ചാൽ ബുദ്ധിമുട്ടില്ല എന്നാലും നോക്കാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ ഒന്നുമില്ലാന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇതാണ് ഞാൻ മറ്റേ ഈ വീഡിയോ എടുക്കാത്തത്, ലെങ്ത് ഉള്ള വീഡിയോ. എന്തോ പറയും, അത്യാവശ്യം എവിടെയെങ്കിലും പോണത് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോണത് എവിടെ പോയി ആകെ ഈ പറഞ്ഞ കണക്ക് അങ്ങ് പുറത്തോട്ട് തിന്നാൻ പോകും. കണ്ട് നിങ്ങൾ തന്നെ അടുത്ത് കാണും എൻ്റെ വീഡിയോയിൽ. ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പഴയ വീഡിയോസിൽ. വേറെ ഒന്നുമില്ലടേ ഇവിടെ. നാട്ടിലൊക്കെ എനിക്ക് എന്തെല്ലാം ഉണ്ട്, മലയുണ്ട്, കാടുണ്ട്, കുറെ ആൾക്കാരുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ പബ്ലിക് പ്ലേസിൽ അങ്ങോട്ട് ഇറങ്ങി കളിക്കാൻ അങ്ങോട്ട് പറ്റില്ല. അതൊക്കെ പ്രശ്നം. എത്ര നാള് മാക്സിമം ഒരു നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലേ. പറഞ്ഞ പോലെ രാവിലെ ഒരാഴ്ചയിൽ 6 ദിവസത്തിൽ ഒരാഴ്ചയിൽ തിങ്കൾ മുതൽ ശനി വരെ പണിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ റെഡിയാവും, ഷോപ്പുകളിലൊക്കെ പോകും,
ഓർഡർ എടുക്കും, പേയ്മെൻറ്റ് കളക്ട് ചെയ്യും, അത് വന്ന് കമ്പനിയിൽ സെറ്റ് കൊടുക്കും. ഇത് തന്നെ ഡെയിലി നടക്കണം. ഡെയിലി നിങ്ങൾക്ക് അത് നിങ്ങളെ ഞാൻ അത് കാണിച്ചാൽ മതി, നിങ്ങൾക്കും അത് ബോറാവില്ലേ? അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം എന്തെങ്കിലും ഒരു വള്ളികൾ വരും, അതൊന്നും നടക്കില്ല. പിന്നെ നമ്മൾ പയ്യന്മാരായിട്ടുള്ള കറക്കങ്ങളൊക്കെ അങ്ങ് കുറയ്ക്കണം. നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് വരിക, അതാണ് ഏറ്റവും ബെറ്റർ. ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിക്കണം. അതേപോലെ ഒരു സുഖം മോനെ വേറൊന്നുമില്ല. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവരെ നോക്കണം, ഇവിടെ നോക്കണം, ഒന്നും നോക്കണ്ട. ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് കഴിക്കുക, ഒറ്റയ്ക്ക് വരിക, അത് സൂപ്പറാ. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പിടുത്തമില്ല. ഒരു നെഗറ്റീവാണേ. എല്ലാവരും വിചാരിക്കും ഇവിടെ ഭയങ്കര സുഖമാണ്. ഉണ്ടേ സ്ട്രഗിൾ 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 സ്ട്രഗിൾ. കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, പക്ഷെ കാശില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒന്നും പറയാനൊന്നും ഇല്ലടേ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ലെങ്ത്തുള്ള ഞാൻ കുറച്ച് ഒന്ന് ചിന്തിക്കട്ടെ എന്ത് ചെയ്യാം. കുറച്ചൊന്ന് വെറൈറ്റി പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണോടെ. ചുമ്മാ ഇതേ തന്നെ നിങ്ങൾ കണ്ട് കണ്ട് ബോറായി കാണും വീഡിയോസൊക്കെ. എന്താ എനിക്കും അറിയാം, റീച്ചൊന്നുമില്ല. പഴയ കണക്കത്തെ റീച്ചില്ല. പഴയത് എങ്ങനെയാലും ഷോർട്സൊക്കെ ഇട്ടപ്പോൾ ഒരു 1K ഒക്കെ കയറുമായിരുന്നു, ഇപ്പം അതും കയറാൻ. പിന്നെ കോപ്പി റൈറ്റ്, എൻ്റെ മോനെ ഏത് വീഡിയോ ഇട്ടാലും അപ്പം അടിക്കും കോപ്പി റൈറ്റ്. പടേന്ന് പഴയ നെഗറ്റീവ്. എത്ര നേരം ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഗാനം അടിക്കും മനുഷ്യൻ. കുറച്ച് വെറൈറ്റി പരമായിട്ട് എന്തെങ്കിലും തിങ്ക് ചെയ്തിട്ട് എടുക്കണം, അല്ലെങ്കിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. വെറുതെ ഷോക്ക് അടിച്ച് നിങ്ങളെങ്കിലും മടുപ്പാക്കല്ല. അടുത്ത ഏതെങ്കിലും നല്ലൊരു വീഡിയോ കാണാം.